Today we are discussing about chromosomal disorders. Genetic disorders are divided into Mendelian disorders and chromosomal disorders. Let us discuss. The chromosomal disorders are caused due to absence or excess or abnormal arrangement of one or more chromosomes. Here, one or more chromosomes are absent or excess or they are abnormally arranged, which causes chromosomal disorders. Chromosomal disorders എന്ന് പറഞ്ഞാൽ ക്രോമസോം തല വൈകല്യങ്ങൾ. അത് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ ആബ്സെൻ്റ് ആവുക, ഒന്നോ അതിലധികമോ ക്രോമസോം ആബ്സെൻ്റ് ആവുക, അല്ലെങ്കിൽ ഒന്നധികം വരിക, അല്ലെങ്കിൽ അത് അബ്നോർമലി ക്രമീകരിക്കപ്പെടുക. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നത്. Failure of segregation of chromatids during cell division cycle results in the gain or loss of a chromosome or chromosomes are called aneuploidy. ഇവിടെ അന്യൂപ്ലോയിഡി എന്ന് പറഞ്ഞാൽ കോശവിഭജന സമയത്ത് ക്രൊമാറ്റിഡുകൾ വേർപിരിയാതെ ഇരിക്കുക. അവ രണ്ട് ദിശകളിലേക്ക് വേർപിരിയാതെ ഇരിക്കുകയും അതുകൊണ്ട് കോശങ്ങളിൽ ഒന്നെങ്കിൽ ക്രോമസോമുകളുടെ എണ്ണം കൂടുക അല്ലെങ്കിൽ അത് കുറയുക. ആ അവസ്ഥയാണ് നമ്മൾ അന്യൂപ്ലോയിഡി എന്ന് പറയാം. അന്യൂപ്ലോയിഡി ഫെയിലിയർ ഓഫ് സെഗ്രിഗേഷൻ ഓഫ് ക്രോമാറ്റിഡ്സ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ സൈക്കിൾ റിസൾട്ട്സ് ഇൻ ദ ഗെയിൻ ഓർ ലോസ് ഓഫ് ക്രോമസോംസ് ആർ കോൾഡ് അന്യൂപ്ലോയിഡി. Aneuploidy can be divided into trisomy and monosomy according to the gain or loss of chromosome. They are divided into trisomy and monosomy. Trisomy means an additional copy of a chromosome is included in an individual is known as trisomy. അതായത് ഒരു വ്യക്തിയിൽ ക്രോമസോമിൻ്റെ ഒരു കോപ്പി അധികം വരിക, അതിനെ നമ്മൾ ട്രൈസോമി എന്ന് പറയും. ട്രൈ എന്ന് പറഞ്ഞാൽ 3. മോണോസോമി മീൻസ് if an individual lack any pair of one chromosome, ഒരു ജോഡി ക്രോമസോമിൽ ഏതെങ്കിലും ഒന്ന് ഒരു വ്യക്തിക്ക് ലഭിക്കാതെ വരിക. അങ്ങനെയുള്ളപ്പോൾ നമ്മളതിനെ മോണോസോമി എന്നാണ് പറയുക. എക്സാമ്പിൾസ് ഫോർ ട്രൈസോമി: ഗെയിൻ ഓഫ് എക്സ്ട്രാ കോപ്പി ഓഫ് ക്രോമസോം 21 റിസൾട്ട് ഇൻ ഡൗൺ സിൻഡ്രോം. ഇപ്പോൾ ഓട്ടോസോമിൽ 21ാമത്തെ ക്രോമസോമിൻ്റെ ഒരു കോപ്പി കൂടി എക്സ്ട്രാ വരികയാണെങ്കിൽ അത് ഉണ്ടാകുന്ന അസുഖമാണ് ഡൗൺ സിൻഡ്രോം. എക്സാമ്പിൾ ഫോർ മോണോസോമി: ഇഫ് ലോസ് ഓഫ് എൻ എക്സ് ക്രോമസോം റിസൾട്ട്സ് ഇൻ ടർണർ സിൻഡ്രോം. ഇപ്പോൾ ഒരു എക്സ് ക്രോമസോം കുറവ് വന്നാൽ അത് ടർണർ സിൻഡ്രോമിന് ഇടയാക്കുന്നു. അപ്പോൾ അന്യൂപ്ലോയിഡി മീൻസ് ലോസ് ഓർ ഗെയിൻ ഓഫ് ക്രോമസോം. നെക്സ്റ്റ് ഈസ് പോളിപ്ലോയിഡി. Failure of cytokinesis after telophase stage of cell division cycle result in an increase in the whole set of chromosomes in an organism. This phenomenon is known as polyploidy. Polyploidy എന്ന് പറഞ്ഞാൽ ഹോൾ സെറ്റ് ഓഫ് ക്രോമസോം തന്നെ അധികമായിട്ട് വരിക. ഇതിന് കാരണം ഫെയിലിയർ ഓഫ് സൈറ്റോകൈനസിസ് ആഫ്റ്റർ ടീലോഫേസ് സ്റ്റേജ് ഓഫ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ കഴിഞ്ഞിട്ട് കോശദ്രവ്യം വിഭജിക്കാതെ ഇരിക്കുമ്പോൾ ഒരു സെറ്റ് ക്രോമസോം തന്നെ അധികമായിട്ട് ലഭിക്കുന്നു. ഈ പ്രതിഭാസത്തിനെയാണ് നമ്മൾ പോളിപ്ലോയിഡി എന്ന് പറയുന്നത്. ദിസ് കണ്ടീഷൻ ഈസ് ഓഫൺ സീൻ ഇൻ പ്ലാന്റ്സ്. ഇത് സാധാരണ കാണുന്നത് സസ്യങ്ങളിലാണ് ഇത് സാധാരണയായിട്ട് കാണുന്നത്. കോമൺ എക്സാമ്പിൾസ് ഓഫ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്: ഡൗൺ സിൻഡ്രോം. ദിസ് disorder was first described by Langdon Down in 1866. ഡൗൺ സിൻഡ്രോമിനെ കുറിച്ച് ആദ്യമായിട്ട് വിവരിച്ചിരിക്കുന്നത് ലാങ്ഡൺ ഡൗൺ ആയതുകൊണ്ടാണ് ഡൗൺ സിൻഡ്രോം എന്ന പേര് അതിന് ലഭിച്ചത്. The cause of this genetic disorder is the presence of an additional copy of the chromosome number 21, that is trisomy of the 21st chromosome. അപ്പോൾ ഈ ഡിസോർഡറിന് കാരണം 21ാമത്തെ ഓട്ടോസോമിൻ്റെ ഒരു കോപ്പി അധികം വരിക. അതുകൊണ്ടാണ് ഇതിനെ ട്രൈസോമി ഓഫ് ദ 21st ക്രോമസോം എന്ന് പറയുന്നത്. സോ ടോട്ടൽ സച്ച് ഇൻഡിവിജ്വൽസ് ഹാവ് 47 ക്രോമസോം. ഇങ്ങനെയുള്ള വ്യക്തിയുടെ കോശത്തിൽ 47 ക്രോമസോമുകൾ കാണപ്പെടുന്നു ഇൻസ്റ്റെഡ് ഓഫ് 46. ദാറ്റ് ഈസ് 45 ഓട്ടോസോംസ് പ്ലസ് XX ഓർ XY.
ഇങ്ങനെയുള്ള വ്യക്തികളിൽ 44 ഓട്ടോസോം കൂടാതെ ഒരു ജോഡി ലിംഗനിർണ്ണയ ക്രോമസോം, അത് XX ആവാം അല്ലെങ്കിൽ XY ആവാം. What are the symptoms shown by such individuals? The affected individual is short statured. ഇത് ബാധിച്ച വ്യക്തിക്ക് ഉയരം കുറവായിരിക്കും. വിത്ത് സ്മോൾ റൗണ്ട് ഹെഡ്. ആ വ്യക്തിയുടെ തല നല്ല ഉരുണ്ട് ചെറിയ തലയായിരിക്കും ഉണ്ടാവുക. ഫറൗഡ് ടങ്, നാവ് ചുളുങ്ങിയതായിരിക്കും. പാർഷ്യലി ഓപ്പൺഡ് മൗത്ത്, അല്പം തുറന്ന് ഇരിക്കുന്ന വായ. പാം ഈസ് ബ്രോഡ് വിത്ത് ക്യാരക്ടറിസ്റ്റിക്സ് പാം ക്രീസ്. അവരുടെ കൈപ്പത്തികൾ വലിപ്പം കൂടി വരകൾ ഉള്ളതായിരിക്കും. ഫിസിക്കൽ, സൈക്കോമോട്ടർ ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഈസ് റിട്ടാർഡഡ്. അതുപോലെ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ശാരീരികവും മാനസികവുമായ വികാസം കുറവായിരിക്കും. അവ ശാരീരികവും മാനസികവുമായ വികാസം കുറവുള്ള വ്യക്തികളായിരിക്കും ഡൗൺ സിൻഡ്രോം വ്യക്തികൾ. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ദ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ഈസ് ഷോർട്ട് സ്റ്റാച്ചേർഡ്. The head is small and round, furrowed tongue, partially opened mouth. The palm is broad with characteristic palm crease, and their physical and psychomotor and mental development is retarded. Next chromosome disorder is Klinefelter's syndrome. This genetic disorder is also caused due to the presence of an additional copy of X chromosome resulting into a karyotype of 47. XXY. That is, such individuals have 44 autosomes plus 3 sex chromosomes, that is XXY. One X chromosome is additional in their cell. Such individuals shows these symptoms. Individual has overall masculine development. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് പുരുഷ രൂപമായിരിക്കും ഉണ്ടായിരിക്കുക. ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ്, ദാറ്റ് ഈസ് ഗൈനക്കോമാസ്റ്റിയ, ഈസ് ഓൾസോ എക്സ്പ്രസ്ഡ്. പ്രായപൂർത്തിയാകുന്നതോട് കൂടിയിട്ട് ഇങ്ങനെയുള്ള വ്യക്തികളിൽ സ്തന വളർച്ച ഉണ്ടാവുകയും അതിനെ നമ്മൾ ഗൈനക്കോമാസ്റ്റിയ എന്നാണ് പറയുക. സച്ച് ഇൻഡിവിജ്വൽസ് ആർ സ്റ്റെറൈൽ. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് പ്രത്യുൽപാദന ശേഷി ഉണ്ടായിരിക്കില്ല. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ദ ഇൻഡിവിജ്വൽ ഈസ് ടോൾ വിത്ത് ഫെമിനൈസ്ഡ് ക്യാരക്ടേഴ്സ്. നെക്സ്റ്റ് ഈസ് ടർണേഴ്സ് സിൻഡ്രോം. അടുത്തത് ടർണേഴ്സ് സിൻഡ്രോം ആണ്. സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു ഡിസോർഡറാണത്. It caused due to the absence of one of the X chromosome. ഇതുണ്ടാവുന്നത് ഒരു X ക്രോമസോം നഷ്ടപ്പെടുന്നത് മൂലമാണ്. That is 45 with XO. Total chromosome is 45 instead of 46. That is 44 plus XO. 44 autosomes plus 1 X chromosome. 1 X chromosome is absent. സച്ച് ഫീമെയിൽസ് ആർ സ്റ്റെറൈൽ. ഇങ്ങനെയുള്ള സ്ത്രീകൾ പ്രത്യുൽപാദന ശേഷി ഇല്ലാത്തവരായിരിക്കും. ഓവറീസ് ആർ റൂഡിമെൻ്ററി. അണ്ഡാശയങ്ങൾ ശുഷ്കിച്ചതായിരിക്കും. ലാക്ക് ഓഫ് അതർ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. അതുപോലെ മറ്റ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഇങ്ങനെയുള്ള സ്ത്രീകൾ കാണിക്കുന്നില്ല. സോ ദീസ് ആർ 3 എക്സാമ്പിൾസ് ഫോർ ക്രോമസോമൽ ഡിസോർഡേഴ്സ്: ഡൗൺ സിൻഡ്രോം, ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം ആൻഡ് ടർണേഴ്സ് syndrome. Okay.